കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈപ്പർട്രോഫി ട്രെയിനിങ് എന്താണ് എന്ന് മനസ്സിലാക്കിയായിരുന്നു. അത് കാണാത്തവർ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ പറ്റിയാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ പ്രൈമറി ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ പേജ് പോലെ തന്നെ പറയാം, സ്ട്രെങ്ത് കൂടും. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെങ്ത് കൂടും. ഇത് ചെയ്താൽ നമ്മുടെ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിൻ്റെ അത്രയും നമുക്ക് നമ്മുടെ മസിലിന് വലിപ്പം കൊടുത്തില്ല, പക്ഷെ നമ്മുടെ സ്ട്രെങ്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റ് ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതൊരു 1 മുതൽ 6 റെപ്സ് വരെ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. മാക്സിമം വെയിറ്റും ചെറിയ റെപ്സും എന്ന് വെച്ചാൽ കുറച്ച് നമ്പറും നമുക്ക് ഇപ്പം 1 മുതൽ 6 വരെയല്ലേ പറഞ്ഞത്. അപ്പോൾ 1 മുതൽ ഇപ്പം നമ്മൾ 6 നമ്പറാണ് ചെയ്യുന്നത്. അപ്പം ഈ മാക്സിമം വെയിറ്റിൽ മാക്സിമം ആ 5 നമ്പർ അല്ലെങ്കിൽ 6 നമ്പർ കിട്ടുന്ന മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ ആ 6 നമ്പറെ കിട്ടാവുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മാക്സിമം വെയിറ്റ് എടുക്കുക, ചെറിയ റെപ്സ് അല്ലെങ്കിൽ കുറച്ച് നമ്പർ ചെയ്യുക. ആ കുറച്ച് നമ്പർ എന്ന് വെച്ചാൽ അത് മാക്സിമം കിട്ടണം. പിന്നെ ഓരോ സെറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള റിക്കവറി ടൈം ഇതിൽ 2 മുതൽ 5 മിനിറ്റ് വരെ ആവാം ഓരോ സെറ്റ്സ് കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ബോഡി ഇല്ലെങ്കിൽ നമ്മുടെ മസിൽ ഫുള്ളി റിക്കവർ ആകും ഈ സമയം കൊണ്ട്. അതുമാത്രമല്ല, ഹൈ ഇൻറ്റൻസിറ്റി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയ വോളിയത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡിലൂടെ നമ്മുടെ വെയിറ്റ്, നമ്മൾ ഇടുന്ന വെയിറ്റ് നമുക്ക് ഗ്രാജുവലി വീക്കിലി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രെങ്ത് എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാത്തവർ കാണുക. ഇനി നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് തന്നെ, നമ്മുടെ സ്ട്രെങ്ത് നന്നായിട്ട് കൂടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പക്ക ആക്റ്റീവ് ആയിരിക്കും. അതുമാത്രമല്ല, നമുക്ക് മറ്റ് സ്പോർട്സുകളിലൊക്കെ നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. ബോക്സേഴ്സും കിക്ക് ബോക്സേഴ്സും മറ്റ് MMA ഫൈറ്റേഴ്സും എല്ലാം ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് മെയിനായിട്ട് ജിമ്മിൽ ഫോക്കസ് ചെയ്യുന്നത്. ഫൈറ്റേഴ്സ് മാത്രമല്ല, മറ്റ് ഒളിമ്പിക് ആത്ലറ്റ്സും എല്ലാം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ജിമ്മിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോണിന് ഇത്രയും സ്ട്രെസ്സിൽ ഇത്രയും വെയിറ്റിൽ ചെയ്യുമ്പോൾ ബോണിൻ്റെ ഡെൻസിറ്റി കൂടും. ബോൺ ഡെൻസിറ്റി കൂടുന്നതിലൂടെ നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് നമ്മുടെ പോസ്ചർ ഇമ്പ്രൂവ് ആകും, ഫ്രാക്ചർ വരാനുള്ള സാധ്യതയൊക്കെ ഇല്ലാതാകും. പിന്നെ നമ്മുടെ ന്യൂറോ മസ്കുലർ കണക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. മനസ്സ് പറയുന്നിടത്ത് ബോഡി നിൽക്കും. ഇനി ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറയുവാണെങ്കിൽ, മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വലിയ മസിൽ സൈസ് ഒന്നും കാണത്തില്ല. നമുക്ക് ഭയങ്കര സ്ട്രെങ്തും ശക്തിയൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളെ കാണാൻ ഒരു എസ്തെറ്റിക് ലുക്ക് കാണത്തില്ല. പിന്നെ നമ്മൾ ഭയങ്കര വെയിറ്റും ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഇഞ്ചറി ചിലപ്പോൾ ഒരു പെർമനൻറ്റ് ഇഞ്ചറി വരെ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആരെയും നിങ്ങളുടെ ബോഡി വെച്ച് അട്രാക്ട് ചെയ്യേണ്ട, ബട്ട് നിങ്ങൾക്ക് നല്ല ഹെൽത്തിയും ബലവുമുള്ള ബോഡിയാണെങ്കിൽ ഗോളെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മുടെ ജെനറ്റിക്സ് ഒരു മെസോമോഫ് ജെനറ്റിക്സ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സ്ട്രെങ്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് മസിൽ മാസും കാണും. അത് ജെനറ്റിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. മെസോമോഫ്, എക്ടോമോഫ്, എൻഡോമോഫിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്താണ്, കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണെങ്കിൽ നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മസിൽ മാസ് കൂട്ടാനാണെങ്കിൽ നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ ഹൈപ്പർട്രോഫി ട്രെയിനിങ് വേണം ഫോളോ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് മസിൽ മാസും വേണം എന്ന് വെച്ചാൽ സ്ട്രെങ്തും വേണം. രണ്ടും വേണമെങ്കിൽ ഞാനൊരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.